Yeah, I'm on my way. Sure. Thank you. Don't worry. വീണ്ടും വിളിച്ചോണ്ടിരിക്കുക. ഐ എം സോറി സീത. നിങ്ങളെല്ലാവരും ഞാൻ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ബട്ട് നിങ്ങളെല്ലാവരും വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാനും റാമും പാരീസിലേക്ക് പോവാണ്. റാം നിന്നോട് പറഞ്ഞിരുന്നു, ഹീസ് എ ബിസിനസ് മാൻ ആഫ്റ്റർ ഓൾ. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും വർക്കിനായിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ച്. നാളെ റാം എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ പാരീസിലേക്ക് എങ്ങനെ വരുമെന്ന്. മുത്തശ്ശ, എനിക്ക് വരാൻ നിങ്ങൾ തന്നെ മുമ്പിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഞാൻ സേഫായിട്ട് പോയി വരാം മേമ്മ. ഡോണ്ട് വറി. പ്ലീസ് ടേക്ക് കെയർ അപ്പോ. ഷോ മേമ്മ, ഞാൻ വിളിക്കാം കേട്ടോ. മുത്തശ്ശ, ബൈ ബൈ. സീക്കുട്ടാ, നീ ഇവിടെ പുറത്തുനിന്ന് എന്താ ചെയ്യുന്നേ? എന്തു പറ്റി? ഫ്രണ്ട്, നീ ദുബായിലേക്ക് പോവാണോ? യെസ്. എന്നിട്ട് എപ്പോഴാ വരിക? എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. ഓക്കെ ഫ്രണ്ട്, ടേക്ക് കെയർ. ഹാപ്പി ജേർണി. താങ്ക് യു ചക്കരെ. ഇങ്ങി വാ. മേമ ഒന്ന് വരോ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. Take care, friend. Bye, ചക്കരെ. Okay, bye. എന്താ സീത, എന്താ കാര്യം? റാം എമർജൻസി ആണെന്നാ പറഞ്ഞത്. എമർജൻസി ആണെങ്കിൽ നമ്മൾ അപ്പോഴല്ലേ അറിയുള്ളൂ. ഇതെന്തോ പ്ലാൻ ചെയ്തതുപോലെ ഉണ്ടായിരുന്നു. ഇവൾ എന്തേ പറയുന്നത്? ഇവൾക്ക് എന്റെ പ്ലാൻ മനസ്സിലായോ? ഭാർഗവി, ബി കെയർഫുൾ. പ്ലാനോ? എന്ത് പ്ലാൻ സീത? ചാന്ദിനി പറഞ്ഞിരുന്നു അവൾ റാമിന്റെ കൂടെ പാരീസിൽ പോവാണെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, അവരുടെ വീട്ടിൽ പൂജ നടക്കുകയാണെന്ന്. പക്ഷേ എന്തായാലും പോവെന്ന് അവളെന്തോ ചാലഞ്ച് ചെയ്ത എന്നോട് സംസാരിച്ചേ. ചാന്ദിനി പറഞ്ഞത് പാരീസ് എന്നാ. റാമിന് കോള് വന്നതും അവൻ പോകുന്നതും ദുബായിലേക്കാ. എന്തോ ഒരു കൺഫ്യൂഷൻ ഇല്ലേ മേമ? ഇതെല്ലാരും ഉള്ളപ്പോ പറയണ്ടെന്ന് വെച്ചിട്ടാ നിങ്ങളോട് വന്ന് പറഞ്ഞേ. സോറി മേമ, നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് ജോലി ഉണ്ടാവും. അപ്പോഴാ ഞാൻ എന്റെ കൺഫ്യൂഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇതെല്ലാം പറഞ്ഞ് എനിക്കിപ്പോ റാമിനെ തടയാൻ കഴിയില്ല. എനിക്കെന്തോ ടെൻഷൻ പോലെയുണ്ട്. കമോൺ സീത, എന്റെ അടുത്ത് വന്ന് നിനക്ക് കാര്യങ്ങൾ പറയാൻ എന്തിനൊരു മടി? റാം ദുബായിലേക്കാണെന്നുള്ളത് സത്യ. ആ ചാന്ദിനിയാണോ? അവളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. സോ ഡോണ്ട് വെറി. എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ ഉണ്ട് മേമ. ദാ നോക്ക്, റിലാക്സ്. റാമിന് കോള് വന്ന കാര്യം സത്യമാണ്. ഹി വിൽ ഹാൻഡിൽ ഇറ്റ്. എമർജൻസി അല്ലായിരുന്നെങ്കിൽ അപ്പൊ പോവായിരുന്നില്ല. ഇനിയും നിനക്ക് സംശയങ്ങൾ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ക്രോസ് ചെക്ക്. ഞാനൊന്ന് അശോക് സാറിനെ വിളിച്ച് ചോദിക്കട്ടെ. അവർക്ക് കാര്യങ്ങളെല്ലാം അറിയുന്നല്ലേ, അവര് ചോദിച്ചോളൂല്ലോ. സീത, റിലാക്സ്. നിനക്കിതൊന്നും പരിചയമില്ല, അതുകൊണ്ട് നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ. ദാ നോക്ക്, അശോകന് അപ്പുവിന്റെ കാര്യത്തിൽ ഒരു ചെറിയ അപായ സൂചനയുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അവൻ പിന്നെ അപ്പുവിനെ പോവാൻ സമ്മതിക്കില്ല. റിലാക്സ്, അവർ ബോയ്സ് വിൽ ഹാൻഡിൽ ഇറ്റ്. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത് മേമ. ഐ എം സോറി. സോറിയോ? എന്തിന്? എനിക്കിപ്പോ എത്ര സന്തോഷമുണ്ടെന്നറിയോ? ഇത്രയും കാലം അപ്പുവിന്റെ കാര്യത്തിൽ ഞാനായിരുന്നു ടെൻഷൻ അടിച്ച് നടന്നിരുന്നത്. ഇനിയിപ്പോ ആ ജോലിയൊക്കെ നീ ചെയ്തോളൂ. ഐ എം സോ ഹാപ്പി. സീതേ, സിഹി എവിടെ മോളെ? സിഹി, സിഹി ഇങ്ങോട്ട് വാ. ഏയ് ചോട്ടാച്ചാം. കുഞ്ഞാ, അയ്യോ ഈ ടെൻഷനിൽ ഞാനതങ്ങ് മറന്നുപോയി മോളെ. കുഞ്ഞാ, നിന്നെ വിളിക്കുന്ന എങ്കിൽ വാ മോളെ. സിഹി, ഇങ്ങ് അകത്തേക്ക് വാ മോളെ. കണ്ടോ നിന്റെ വീട് എത്ര വലുതാണെന്ന്? ഇനി തൊട്ട് നീ ഇവിടെയാ താമസിക്കണ്ടേ?
പെണ്ണ് കാണൽ ചടങ്ങിന് മുമ്പേ വീട് കാണൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. അതിപ്പോ ചടങ്ങും കാര്യങ്ങളും ഒക്കെ ആവുമ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും. എല്ലാവർക്കും കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടാവുക. ഇതിപ്പോ കുട്ടി മുമ്പിൽ നിന്ന കല്യാണം നടത്തുന്നേ. സിഹി, എന്താ അവിടെ നിൽക്കുന്ന? ഇങ്ങോട്ട് വാ. നിൽക്കും മോളെ, ഞാൻ വിളിച്ചോളാം. എന്താ കുഞ്ഞ ഇത്? മിസ്റ്റർ സണ്ണനെ കാണാൻ നീ എന്താ അകത്തേക്ക് വരഞ്ഞത്? ഞാൻ അകത്തേക്ക് വന്നോട്ടെ മിസ്റ്റർ സൺ? ഞാൻ വന്നാ നിങ്ങൾക്ക് ദേഷ്യം വരുമോ? അയ്യോ, എന്തിനാ മോളെ, നീ ഇങ്ങകത്തേക്ക് വാ കുഞ്ഞെ. മിസ്റ്റർ സൺ, സീതമ്മയുടെ എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണം നടക്കണമെങ്കിൽ ഞാൻ ഉണ്ടാവാൻ പാടില്ലേ? അയ്യോ, അങ്ങനെ പറയുന്ന എന്തിനാ? എനിക്കറിയാം എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന്. ഞാനില്ലെങ്കിൽ എൻ്റെ സീതമ്മയുടെ എൻ്റെ ഫ്രണ്ടിന്റെയും കല്യാണം നടക്കുമോ? എന്നെ നിങ്ങൾ ഏതെങ്കിലും അനാഥാശ്രമത്തിൽ കൊണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടോ? സിഹി, മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? അവർ പാവം എത്ര സ്നേഹത്തോടെയാ വിളിച്ചേ. നിന്നെ ഇപ്പൊ ഇവിടുന്ന് ആര് അനാഥാലയത്തിലേക്ക് പറഞ്ഞു വിടുന്നേ? ഇങ്ങനെയൊന്നും സംസാരിക്കരുതേ. സോറി പറ മുത്തശ്ശനോട്. മോളെ, നീ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനും ഇവിടെ ഉണ്ടാവൂ. നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല. എത്ര തവണ പറയണം നിന്നോട്? അത് സാരമില്ല സീത, അവൾ അറിയാതെ പറഞ്ഞതല്ലേ. സോറി മുത്തശ്ശ. ഇവള് പറഞ്ഞത് നിങ്ങൾക്ക് വിഷമായെങ്കിൽ ദയവേത് ക്ഷമിക്കണം. നീ എന്തിനാ മോളെ ക്ഷമ ചോദിക്കുന്നേ? കാണാൻ അവള് ചെറിയ കുട്ടിയാ, പക്ഷെ വിവേകം കൊണ്ട് അവള് നമ്മളെക്കാൾ വലുതാ. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മകളെ കൈവിടാത്ത അമ്മ, അമ്മയ്ക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്യാൻ തയ്യാറാവുന്ന മകള്. നിങ്ങൾ രണ്ടാളോട് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ കൊച്ചുമോനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴേ താമ്പൂലം കൈമാറിയിട്ട് കല്യാണ നിശ്ചയം ഞാൻ നടത്തിയനെ. സീതേ, നീ അവളെ അകത്തേക്ക് വിളിക്കുമോളെ. നീ എന്റെ കൊച്ചുമോന്റെ ഭാര്യയാകുന്നുണ്ടെങ്കിൽ അവള് ഈ വീട്ടിലുള്ളതല്ലേ. അവൾ ആരാ ഏതാന്ന് അറിയാഞ്ഞിട്ട് പോലും എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടതാ. ഇപ്പോ എന്റെ കൊച്ചുമോളായി ഈ വീട്ടിൽ വന്ന് തുള്ളിച്ചാടി കളിക്കുന്ന കാണുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം എന്താ? വിളിക്കുമോളെ. അയ്യോ, ഇപ്പൊ തന്നെ നടത്തിയന്നെ കല്യാണം. പക്ഷേ നിന്റെ ഫ്രണ്ട് ദുബായിലേക്ക് പോയില്ലേ? ഈ സിഹിയുടെ അച്ഛൻ ആരാണാവോ? നിന്ന നിപ്പിൽ ഇത്ര വലിയ വീട്ടിലെ കൊച്ചുമോളാവുക. ഞാൻ ഇവിടുത്തെ മരുമോളാ. എല്ലാ ജോലിയും ഞാനാ ചെയ്യുന്ന. എന്നിട്ടും ഈ ചെറിയ കുട്ടിക്ക് കിട്ടുന്ന പരിഗണന പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ. എന്റെ തലവരെയാ ഇതൊക്കെ. സിഹി, കുഞ്ഞ, അകത്തേക്ക് വാ പ്ലീസ്.
താങ്ക് യു സോ മച്ച് മിസ്റ്റർ സാൻ. റാം, നീ ഇപ്പൊ വേണമായിരുന്നു ഇവിടെ. അതെ, ഇതൊക്കെ കണ്ടോ നിങ്ങള്? എന്തൊക്കെ സാധനങ്ങളാണെന്നേ. ഗംഭീര വീട് തന്നെ. എത്ര റൂമുകളാടി? എന്നാലും നമ്മുടെ സീതയുടെ ഭാഗ്യമായിട്ടോ ഇത്ര വലിയ വീട്ടിലേക്കാ വരുന്നേ. അതെ, അത് നോക്ക്. ഈ വീട്ടിൽ ജോലി ചെയ്യാൻ വന്നിട്ട് അവിടെ കുടിച്ചോണ്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടോ? തരികടേവൻ. നടക്ക്, പോയി അങ്ങോട്ട് ചോദിക്കേ. അല്ല മോനെ, ഇവിടെ ജോലി ചെയ്യാനായിട്ട് വന്നിട്ട് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നതൊക്കെ ശരിയാണോ? അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കുന്ന ഒന്നും നല്ലതല്ലെന്ന് അറിയത്തില്ലേ? നീ ഇത്ര വലിയ വീട്ടിലെ ജോലിക്കാരനായിട്ട് നിൽക്കുക. കിട്ടുന്ന ശമ്പളത്തിന് സത്യസന്ധമായിട്ട് ഇരിക്കണ്ടേ? അല്ല, ഇരിക്കണ്ടേ? ഞങ്ങള് ചേട്ടാ, നമ്മളോട് ആരാന്ന് ചോദിക്കുന്നേ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഈ വീട്ടിലെ ചെറുക്കൻ സീത എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ലവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സീത അറിയാം. അവളുടെ ചേട്ടനാണ് ഞാൻ. എന്റെ ഭാര്യയാണ് ദേ ഇവള്. ഓ, നമസ്കാരം. നമസ്കാരം. ജോലിക്കാരനോടൊക്കെയാണോ നമസ്കാരം പറയുന്നത്? ഏയ്, എന്താണിത്? ഇങ്ങനെ വെള്ളം അടിച്ചോണ്ടിരുന്ന താൻ എങ്ങനെ ജോലി ചെയ്യാ? ഇതൊക്കെ ശരിയാണോ? ഏട്ടാ, ഏട്ടനോ? ഈ കുടിയനെയൊക്കെ എന്തിനാ ഇവിടെ ജോലിക്ക് വെച്ചത്? എന്നിട്ട് അയാളെ ബഹുമാനത്തോടെ ഏട്ടാന്നൊക്കെ വിളിക്കുന്നു. അദ്ദേഹം ജോലിക്കാരനല്ല, എന്റെ ഭർത്താവാ. നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോ ജോലിക്കാരനെ പോലെയാണോ തോന്നിയത്? കുറച്ച് മര്യാദയോടൊക്കെ സംസാരിക്കാൻ പഠിക്കണം. നമസ്കാരം. അല്ല, നിങ്ങള് ഈ വീട്ടിലെയാണെന്ന് അറിയില്ലായിരുന്നു. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ക്ഷമിക്കണേ. നിങ്ങളെ താഴേക്ക് പൂജയ്ക്ക് വിളിക്കുന്നുണ്ട്. നിങ്ങൾ വരൂ. സേവിച്ചോ, വടി. കല്യാണം ഇപ്പൊ കുളമായനെ. ജോലിക്കാരനാണ് ഒരു മണ്ടൻ. ഏയ്, അല്ല, അയ്യോ, നീ എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നത്? കരയാതെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? അവര് നിങ്ങളെ ഈ വീട്ടിലെ ജോലിക്കാരനൊക്കെയാ പറഞ്ഞിട്ട് പോയെ. അവര് ആളറിയാതെ പറഞ്ഞു പോയതല്ലേ. പോട്ടെ, ക്ഷമിക്കേ. ഇറ്റ്സ് ഓക്കെ. റോഡിലൂടെ പോകുന്നവരൊക്കെ ഈ വീട്ടിലെ ആൾക്കാര്. പക്ഷെ ഈ വീട്ടിലെ മോനും മരുമോളും ഒക്കെ ഈ വീട്ടിലെ ജോലിക്കാരെ പോലെ. നമ്മളെ ഈ വീട്ടിലൊരു കാര്യത്തിന് ഓർമ്മയുണ്ടാവില്ല. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അപ്പൊ ഓർമ്മ വരും. അപ്പൊ ആരാ ഇപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ? ആരാ അങ്ങനെ ഉള്ളതെന്ന് പറ. ജോലിക്കാരെന്ന് പറഞ്ഞ ഇപ്പൊ അതിലെന്താ കുഴപ്പമിരിക്കുന്നേ? നീ ഇങ്ങോട്ട് നോക്ക്. എന്ത് ജോലിയാണെങ്കിലും അത് സത്യസന്ധമായിട്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അതിൻ്റെതായ ഒരു ബഹുമാനം കിട്ടുമോളെ. അയ്യോ, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. അവരിപ്പൊ പറഞ്ഞതിലെ തെറ്റെന്താ ഉള്ളത്? നിങ്ങളോട് വന്ന് സങ്കടം പറഞ്ഞു കരയുന്നതും പോത്തിന്റെ ചെവിയിൽ വേദം ഓതുന്നതും ഒരുപോലെയാ. അവിടെ ഏതോ ഒരു അച്ഛനില്ലാത്ത കുട്ടി ഇന്ന് ഈ വീട്ടിലെ കുട്ടിയാവാൻ പോവാ. അതാ ഭാഗ്യം എന്ന് പറയുന്നത്. നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് ഇത്ര വർഷമായി. ഈ വീട്ടിലെ കുട്ടിയെ എന്റെ വയറ്റിൽ ചുമക്കാനുള്ള ഭാഗ്യവും ഇല്ലാതെ പോയി എനിക്ക്. അയ്യോ, എന്റെ ചക്കര മുത്തല്ലേ നീ. അതൊക്കെ ദൈവം തരുന്നല്ലേ. പ്രകൃതി മനസ്സ് വെക്കണം. അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ സംഭവിക്കൂ. ഇപ്പോ നീ ഒന്ന് നോക്ക്. ഞാനിപ്പോ കുടിക്കുന്ന കുടി വെച്ച് നോക്കുമ്പോ ഇപ്പൊ നീ എന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ തന്നെ എന്റെ ലിവറും കിഡ്നിയും എല്ലാം അതിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അങ്ങനെയുള്ള എൻ്റെ ചോരയിലൊരു കുഞ്ഞുണ്ടായിട്ട് പിന്നീട് അത് നിനക്കൊരു ഭാരമായി മാറണോ? നീ പറ. നീ ശരിക്കും ആലോചിച്ച് നോക്ക്. കുട്ടികൾ ഒരു ഭാരം ആവില്ല ഏട്ടാ.
അതൊരു ഭാഗ്യമാണ്. ഒരു അമ്മയാവുന്നതിന്റെ സന്തോഷം എനിക്കറിയണം ഏട്ടാ. പെറ്റാൻ മാത്രമേ അമ്മയാവുള്ളൂ എന്നുണ്ടോ? ഇനിയിപ്പോ ആര് പെറ്റാലും കുഞ്ഞുങ്ങളോട് വാത്സല്യം കാണിക്കുന്നവളാണ് അമ്മ. കുട്ടികൾ ജനിച്ചാൽ മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ എന്നാണോ? ഏയ്, അതങ്ങനെയൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ല മോളെ. കഴിഞ്ഞു, സിമ്പിൾ. സ്നേഹം എന്തെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകി അത് പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് നാളെ ആ കുട്ടി ഞാനില്ലാതെ അനാഥയായിട്ട് നടക്കുന്ന ആ കാഴ്ച കാണണോ നമുക്ക്? നിങ്ങൾക്ക് ഒന്നും വേണ്ടി വരില്ല. അങ്ങനെയല്ല എന്റെ സംഭവം കിടക്കുന്നത്. നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് അറിയാൻ പൊന്നെ. എന്നാലും പ്ലീസ്, നീ ഇപ്പൊ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താണെന്നോ, നീ ഇങ്ങോട്ട് നോക്കിയേ. നമുക്കിപ്പോ ഇവിടെ അനിയുണ്ടല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സിഹി ചക്കരക്കുട്ടിയും ഉണ്ടാവും. അതിന്റെ എല്ലാം മേലെയായിട്ട് നമ്മുടെ രാമനുണ്ട് മോളെ. നമുക്ക് അറിയോ? ഏയ്, ഹാപ്പി ആയിട്ടിരിക്കേ. നിനക്ക് 3 മക്കളാ ഉള്ളത്. തലയിലെഴുത്ത. ഞാൻ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ മനസ്സിലാവില്ല. താഴെ ഒരു പ്രധാനപ്പെട്ട ഹോമം നടക്കും. ദയവ് ചെയ്ത് വരരുത്. ഞാൻ ഇങ്ങോട്ട് പ്രസാദം കൊണ്ട് തന്നോളാം. അല്ലടി, നീ പിന്നെ ഇങ്ങോട്ട്? താഴെ ജോലി ചെയ്യാൻ ആരും ഇല്ല. ഞാൻ പോയല്ലേ പറ്റൂ. സാന, ഓരോന്ന് ആലോചിച്ച് കൂട്ടി വെറുതെ വിഷമിക്കാൻ വേണ്ടി. ചേട്ടാ, ഞാനിപ്പോ പറഞ്ഞതില് എന്താ തെറ്റുള്ളത്? അല്ലേ? ചേച്ചിയെങ്കിലും ഒന്ന് പറയാ, ഇതിലെന്താ തെറ്റ്? എന്താണ്? ഹോമം കഴിഞ്ഞു. ഇതാരെങ്കിലും അങ്ങോട്ട് വാങ്ങുക. പൂർണാഹുതിമുത്തമാഞ്ജുഹോതി സർവം വൈ പൂർണാഹുതിഃ സർവമേവാപ്നോതി അഥോയം വൈ പൂർണാഹുതിഃ അസ്യാമേവ പ്രതിഷ്ഠതി. വസോർധാരാഞ്ജുഹോതി വസോർമേധാരാദിശിവാ യേഷാ ഹൂയത്തെ. जीवातुश्च मे दीर्घायुत्वं च मे नमित्तं च मे भयं च मे सुखं च मे शयनं च मे शोषा च मे सुमुहूर्तोऽस्तु. എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ഇത്ര വലിയ മാല ഇവിടെ വെച്ചത് എന്തിനാ? ഇതൊക്കെ ഒറിജിനൽ ആണോ? ഒറിജിനൽ ആണോന്നോ? ഇത് പരമ്പരാഗതമായിട്ട് കിട്ടുന്ന മാലയാ. വാണി ചേച്ചിയുടെയാ. രാമന്റെയും സീതയുടെയും കല്യാണം കഴിഞ്ഞാ സീതയ്ക്ക് ലഭിക്കും. ഇത് എന്റെ സീതയ്ക്ക് കിട്ടുമെന്നോ? ഇത്ര വലിയ മാല ഇത് സീതയ്ക്കാണോ? നോക്കിയേട്ടാ. സീത, ഇത് നോക്ക്. എത്ര ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ ഒഴുകി മെല്ലെ
നിന്റെ മരുമകൾ വരുന്നുണ്ട്. എന്റെ സ്ഥാനം നിനക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. അത് വാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സീതയ്ക്ക് ലഭിക്കും. ഈ മാല അതെന്തൊക്കെ സംഭവിച്ചാലും ആ സീതയുടെ കയ്യിലേക്ക് എത്തില്ല. കണ്ടോ മോളെ ഭാർഗവി, വാണി എന്റെ മരുമോൾ ഇവളാന്നങ്ങ് ആശീർവദിച്ചു കഴിഞ്ഞു. അതിന്റെ സൂചനയായിട്ട് അവക്ക് കിട്ടേണ്ട മാല അങ്ങ് താനെ അങ്ങോട്ട് പോയി.